أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ليدخلنهم مدخلا يرضونه وإن الله لعليم حليم. ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1089 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 58 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ليدخلنهم مدخلا يرضونه وإن الله لعليم حليم. ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 58 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശത്തിന്റെ കാര്യത്തിൽ നിരന്തരമായി തുടരെ സന്ദേഹത്തിലായിരിക്കും. ആ സന്ദേഹം അന്ത്യനാൾ വന്നു ചേരുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഫലശൂന്യമായ ദിനം, ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ആ ദിനം വന്നു ചേരുന്നത് വരെ അവരാ മറിയത്തിൽ, അവരാ സംശയത്തിൽ തന്നെയായിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്ത് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടായത്. ആ നാളിൽ തീർച്ചയായിട്ടും സകല കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലായിരിക്കും. സത്യപാത പിൻപറ്റിയവർക്കും സത്യവിരുദ്ധമായ നിലപാടിൽ നിലക്കൊണ്ട ആളുകൾക്കും ഇടയിൽ അള്ളാഹുവാണ് വിധി കൽപ്പിക്കുക. അപ്പൊ ആ സന്ദർഭത്തില് തീർച്ചയായിട്ടും സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അനുഗ്രഹങ്ങളുടെ ഉദ്യാനങ്ങളിലായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. എന്നാൽ നിഷേധിക്കുകയും കളവാക്കുകയൊക്കെ ചെയ്ത ആളുകൾ, അള്ളാഹുവിന്റെ ആയാത്തുകളോട് പുറംതിരിഞ്ഞു നിന്ന ആളുകൾ, അവർ തീർച്ചയായും അപമാനകരമായ ശിക്ഷയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിലെ തന്നെ
വളരെ വിശിഷ്ടമായ ചില പദവികള് അർഹിക്കുന്ന ചിലരുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുകയും ആ കണ്ടെത്തിയ മനസ്സിലാക്കിയ സത്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ദേഹത്യാഗം ചെയ്തവരും ദേശത്യാഗം ചെയ്തവരൊക്കെ ആയിട്ട് വളരെ വ്യതിരക്തത കൈവരിക്കാൻ സാധിച്ച ആളുകളുണ്ട്. അത്തരം ചില ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹ്, നമ്മൾ വായിച്ച ഭാഗം തുടങ്ങുന്നത് അങ്ങനെയാണ്. 88-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ മാർഗത്തില് ഹജർ ചെയ്ത ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിലെല്ലാം ഉപേക്ഷിച്ച് ദേശത്യാഗം ചെയ്ത ആളുകൾ. ദേശത്യാഗം എന്നത് വളരെ കടുത്ത ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ. എല്ലാ മേൽവിലാസങ്ങളും നഷ്ടപ്പെടുന്ന, എല്ലാ സാമ്പത്തിക ഭദ്രതയും നഷ്ടപ്പെടുന്ന, തലമുറകളായി ഓരോരുത്തരും കൈവരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പലവിധ കംഫർട്ട് നൽകുന്ന സോണുകളും ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അതൊരു ചെറിയ അനുഭവമല്ല. വീട് പോകുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരുന്നു. പിന്നെ അനിശ്ചിതത്വമാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രവചനാതീതമായ സാഹചര്യങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് അനുഭവിക്കാനുള്ളത്. അപ്പോ ഹിജ്റ ചെയ്യാൻ സന്നദ്ധരായ ആളുകൾ എന്നത് തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ പാതയിൽ ഏറ്റവും ഏറെ മാറ്റുരക്കപ്പെട്ട ആളുകളായി. അള്ളാഹുവിന്റെ മാർഗത്തില് ഹിജ്റ ചെയ്യാൻ സന്നദ്ധരായി എന്ന് പറയുന്നത് പലപ്പോഴും പോരാടാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വരിക്കാനും ഉള്ളതിനേക്കാൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഹിജ്റ ചെയ്യേണ്ടി വരുന്ന കാര്യം എന്നത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭൗതികാർത്ഥത്തില് രക്തസാക്ഷ്യം വരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സങ്കീർണതകള് രക്തസാക്ഷ്യം വരിക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ ഹിജ്റ ചെയ്യുന്നവരുടേത് യഥാർത്ഥത്തിൽ അത്തരം സങ്കീർണതകള് തുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടൊന്നും അയാൾക്ക് യാതൊന്നും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. എല്ലാവർക്കും അത് മനസ്സിൽ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ അള്ളാഹു പ്രത്യേകമായിട്ട് ഇവിടെ എടുത്ത് പ്രശംസിക്കുന്നത് ആ ഒരു വിഭാഗം ആളുകളെയാണ്. വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തില് പലായനം ചെയ്ത ആളുകൾ, ദേശത്യാഗം ചെയ്ത ആളുകൾ. തുമ്മ ഖുതിലു, അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അവര് ആ ദേശത്യാഗം ചെയ്ത ആ പ്രയാണത്തിനിടക്കോ അല്ലെങ്കിൽ തുടർന്നുള്ള സന്ദർഭങ്ങളിലോ ഒക്കെ അവര് ചിലപ്പോ വധിക്കപ്പെട്ടേക്കാം. അങ്ങനെ വധിക്കപ്പെടുകയുണ്ടായ ആളുകൾ ഔ മാത്തു, അതല്ലെങ്കിൽ സ്വാഭാവികമായ നിലക്ക് മൃത്യു വരിക്കുന്ന അല്ലെങ്കിൽ മൃതിയടയുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. അത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. സർവൈവലിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പോരാടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് മാറും. പലപ്പോഴും അവര് കൊല ചെയ്യപ്പെടുന്നു, ശത്രുക്കളാൽ അതിക്രൂരമായിട്ട് വധിക്കപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കാം. അതല്ലെങ്കിൽ അവര് ജീവിതം തന്നെ ഏറ്റവും വലിയ ത്യാഗമായി മാറുന്ന ഒരു സാഹചര്യത്തിലൂടെ പട്ടിണിയും കഷ്ടപ്പാടും ഡിസ്പ്ലേസ്മെന്റിന്റെ മറ്റെല്ലാ ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടായിരിക്കും പോകേണ്ടി വരിക. നമ്മള് പല ഇങ്ങനെ ദേശത്യാഗം ചെയ്യേണ്ടി വന്ന നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളെ വിലയിരുത്തിയാൽ നമുക്കത് കാണാൻ കഴിയും. എത്രത്തോളം അവര് ശരിയായ കോഴ്സിന് വേണ്ടിയാണ് എന്നതൊന്നും അല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ ദേശത്യാഗം ചെയ്യേണ്ടി വരുന്നു, എവിടെയെങ്കിലും അഭയാർത്ഥികളായിട്ട് എത്തുന്നു എന്നത് വളരെ കഠിനമായ ഒരവസ്ഥയാണ്. നമ്മളെ മേൽവിലാസവും നമുക്കുണ്ടായിരുന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ വേരുകളും നിലയും വിലയും അംഗീകാരവും ഒക്കെയാണ്
അതിനോടൊപ്പം ഈ ദേശത്യാഗം ചെയ്യുന്നവര് നഷ്ടപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു ചെറിയൊരു സംഗതിയല്ല എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പല പരാമർശങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത് ദേശത്യാഗം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്ത ആളുകൾ സുമ്മക്കുത്തിലും അതിനെ തുടർന്ന് അവര് വധിക്കപ്പെടുന്നുവെങ്കിൽ അവ മാത്തു അല്ലെങ്കിൽ അവര് മൃതി അടയുന്നു, മരണപ്പെടുന്നു എങ്കിൽ അത് വില കുറഞ്ഞ ഒരു സംഗതിയായിട്ട് അള്ളാഹു ഗണിക്കുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലെ അവരുടെ സമർപ്പണം അത്യുന്നതമായ അങ്ങേയറ്റം പ്രാധാന്യമുള്ളതും അങ്ങേയറ്റം വിലമതിക്കപ്പെടുന്നതുമായിട്ട് തന്നെയാണ് അള്ളാഹു അത് സ്വീകരിക്കുക എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അള്ളാഹു തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ഉത്തമമായ ജീവിത വിഭവങ്ങൾ നൽകുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്ത ആളുകൾ അവരിൽ ചിലര് വധിക്കപ്പെടുന്നുണ്ടാവും, ചിലര് ജീവിത ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായ നിലക്ക് ഒക്കെ മരിച്ചു പോണവരുണ്ടാവും. ഇവരുടെ കാര്യത്തില് അള്ളാഹു അവര് അനുഭവിച്ചിരിക്കുന്ന ആ ത്യാഗം, അവർ കാഴ്ചവെച്ച ആ ത്യാഗമനസ്കത അതൊരിക്കലും തന്നെ വില കുറഞ്ഞതായിട്ട് അള്ളാഹു കാണുകയില്ല. തീർച്ചയായിട്ടും അള്ളാഹു അവർക്കതിന് ഏറ്റവും ഉത്തമമായ ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ട് പ്രതിഫലം നൽകും. ഏറ്റവും ഉത്തമമായ റിസ്ഖുൻ ഹസൻ നൽകിക്കൊണ്ടാണ് അള്ളാഹു അവരെ അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകുക. വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ. തീർച്ചയായിട്ടും അള്ളാഹുവാണ് ഏറ്റവും നല്ല വിഭവദാതാവ്, ഏറ്റവും ഉത്തമനായ ഏറ്റവും നല്ല വിഭവങ്ങൾ നൽകുന്ന വിഭവദാതാവ് അള്ളാഹുവാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ ദേശത്യാഗം ചെയ്ത ആളുകൾ നാടുവിട്ട് പോകേണ്ടി വന്ന ഘട്ടത്തിൽ സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്യേണ്ടി വന്ന ആളുകൾ, ആ ആളുകൾക്ക് ഒരിക്കലും തന്നെ അതൊരു നഷ്ടക്കച്ചവടമായി ആരും കണക്കാക്കേണ്ടതില്ല. സുഹൈബ് റൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ സഹചാരിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറബ് വംശജനാണ് കുടുംബപരമായിട്ടെങ്കിലും കൊച്ചുനാളിൽ തന്നെ അക്രമി സംഘങ്ങളുടെ കൈകളിൽ പെട്ട് അങ്ങനെ റോമില് വളരാൻ കാരണമായ ആളാണ്. പിന്നീട് മുതിർന്ന ആളായി മാറിയതിനു ശേഷം കച്ചവടക്കാരനായി മക്കയിലെത്തി. മക്കയില് അദ്ദേഹം വന്നത് യാതൊരു മൂലധനമൊന്നും ഇല്ലാതൊക്കെ തന്നെയാണ്. പക്ഷെ കഠിന പ്രയത്നത്തിലൂടെ മക്കയിൽ കച്ചവടം നടത്തി അദ്ദേഹം വളരെ വലിയൊരു സമ്പന്നനായ കച്ചവടക്കാരനായിട്ട് മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിൽ ആകൃഷ്ടനായി ആ സത്യമാർഗത്തിലേക്ക് കടന്നു വന്നപ്പോ ആ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന നാട്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ സമ്പന്നനായ കച്ചവടക്കാരനാണ്. അങ്ങനെ ഏതാണ്ട് 10-13 വർഷങ്ങൾ പിന്നിടുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അനുയായികളോടൊപ്പം പലായനം ചെയ്ത ഘട്ടത്തില് അവരോടൊപ്പം പലായനം ചെയ്യാൻ സുഹൈബ് റൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തടസ്സങ്ങളാണ്. അദ്ദേഹം ഒരു ജീവിതകാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യങ്ങളൊക്കെയും മക്കയിലാണുള്ളത്. വിലപിടിപ്പുള്ള സമ്പത്തും അതുപോലെ കച്ചവട ചരക്കുകളും ഒക്കെ ഉള്ള അവസ്ഥയിൽ എങ്ങനെ ഹിജ്റ പുറപ്പെടും എന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന വിധത്തില് അദ്ദേഹം ആർജിച്ച ശരിയായ നിലക്ക് കഠിനമായി അധ്വാനിച്ച് തന്നെ നേടിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വരുമാനം, അദ്ദേഹത്തിന്റെ ലാഭം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്തുക്കൾ ഇത് പരമാവധി ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അങ്ങനെ ഹിജ്റ പുറപ്പെടുന്ന ഘട്ടത്തില് അദ്ദേഹം തടയപ്പെടുകയാണ്. മക്കക്കാര് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞത്, സുഹൈബ്, നീ ഇവിടെ വന്നിട്ടുള്ളത് വെറും കയ്യോടെയാണ്. നീ ഇപ്പൊ സമ്പാദിച്ചിട്ടുള്ളതൊക്കെ തന്നെയും ഞങ്ങളുടെ പണം നീ സമ്പാദിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പണം കൊണ്ട് ഞങ്ങളുടെ സമ്പത്ത്
നീ സമ്പാദിച്ച ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് അതുമായി പിന്നെ ഹിജ്റ പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇതാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം. വളരെ കടുത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹം നേരിടേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ രണ്ട് ചോയ്സസ് ആണുള്ളത്. ഒന്നുകിൽ താൻ ജീവിതകാലം മുഴുവനും ചെലവഴിച്ചുകൊണ്ട് സമ്പാദിച്ചിട്ടുള്ള ഈ സമ്പാദ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മക്കയിൽ തന്നെ നിൽക്കുക, അതല്ലെങ്കിൽ അവയൊക്കെയും തന്നെ പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് വെറും കൈയോടെ മദീനയിലേക്ക് പലായനം ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എത്തിച്ചേരുക. ഈ രണ്ട് ഓപ്ഷൻസേ സുഹൈബ് റൂമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ സുഹൈബ് റൂമിയെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. എനിക്ക് അള്ളാഹുവും അവന്റെ ദൂതനും മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്റെ ജീവിതകാല സമ്പാദ്യങ്ങൾ മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ് സുഹൈബ് റൂമി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് മദീനയില് എത്തിയപ്പോ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആമോദത്തോടു കൂടി സ്വീകരിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടമാണ് സുഹൈബെ നീ ചെയ്തിട്ടുള്ളത് എന്നാണ് ആ ഘട്ടത്തിൽ. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് അള്ളാഹു ഇവിടെ ചെയ്തിട്ടുള്ള വാഗ്ദാനം വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി സുമ്മ ഖുതിലു ഔ മാതു ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന, അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങൾ നടത്തുന്നവരുടെ കൂട്ടത്തില് ഒരിക്കലും തന്നെ ഒരു വാഗ്ദാനവും ലംഘിക്കാത്തവനാണ് അള്ളാഹു. ഈ വാഗ്ദാനത്തെ മുഖവിലക്ക് എടുത്തുകൊണ്ടാണ് ദേശത്യാഗം ചെയ്യുന്ന ആളുകൾ സകലതും വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തില് ഇറങ്ങിത്തിരിക്കുന്നത്. അവർക്കുള്ള പ്രതിഫലം ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന, ഏറ്റവും ഉത്തമമായ ജീവിത വിഭവങ്ങള് അവൻ അവർക്ക് നൽകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുഹൈബ് റൂമിയെ പോലെയുള്ള ഇങ്ങനെ ജീവിതത്തിന്റെ ദീർഘമായ കാലം കൊണ്ട് സമ്പാദിച്ച സംഗതികളൊക്കെയും തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ആളുകൾ സത്യവിശ്വാസ മാർഗത്തിൽ നിലക്കൊള്ളുന്നതിന്റെ ആവശ്യത്തിന് അത്തരം നേട്ടങ്ങളെ മുഴുവനും ഉപേക്ഷിച്ച് ത്യജിച്ച് പോകുന്ന ആളുകൾ അവരൊരു കാരണവശാലും അതിന്റെ പേരിൽ, ആ തീരുമാനത്തിന്റെ പേരിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അത്രയും ഉന്നതമായ പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവോട് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ, നിശ്ചയമായിട്ടും ഏറ്റവും ഉത്തമമായ വിഭവങ്ങൾ നൽകാൻ കഴിയുന്നവനാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല വിഭവദാതാവാണ് അള്ളാഹു. ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർളൗന, തുടർന്ന് അള്ളാഹു പറയുന്ന ഇതാണ്, തീർച്ചയായിട്ടും അവൻ അവരെ പ്രവേശിപ്പിക്കും. മുദ്ഖലൻ യർളൗനഹും, അവര് എല്ലാ നിലക്കും തൃപ്തിപ്പെടുന്ന ഇടങ്ങളിലേക്ക്. എവിടെ പ്രവേശിക്കുന്നത്, എങ്ങോട്ട് എത്തിച്ചേരുന്നതാണ് അവര് തൃപ്തിപ്പെടുക, ആ ഇടങ്ങളിലേക്ക് അള്ളാഹു തീർച്ചയായിട്ടും അവരെ എത്തിക്കും. ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർളൗനഹു, മുദ്ഖൽ എന്ന് പറഞ്ഞാൽ പ്രവേശന സ്ഥലം എന്നാണ്. അപ്പോ എവിടേക്ക് പ്രവേശിക്കുന്നതിലാണോ അവർക്ക് ആനന്ദമുള്ളത്, ആ അവർക്ക് ആനന്ദം നൽകുന്ന ആ ഇടത്തിലേക്ക് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഉദ്യാനങ്ങളിലേക്ക്, അവര് ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ ലഭ്യമാവുന്ന അള്ളാഹുവിന്റെ ആ വാഗ്ദത്ത സ്വർഗത്തിലേക്ക് അവരെ അള്ളാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഹിജ്റ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്തുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ആളുകളുടെ കാര്യത്തിൽ സ്വർഗമല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണ് അള്ളാഹു നൽകുക എന്നതാണ് നമുക്കതിൽ ആലോചിക്കാനുള്ള
മനസ്സിൽ നമ്മളെ ധൈര്യം പകരുന്ന വിധത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാനുള്ള കാര്യം. വൈനല്ലാഹ ലഅലീമുൻ ഹലീം. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹു സർവജ്ഞാനിയാണ്, സഹനമുള്ളവനാണ്, കൃപയുള്ളവനും. ഹലീം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് കൃപയുള്ളവൻ എന്നാണ്, സഹനത്തോടുകൂടി ബാക്കിയുള്ളവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവരോട് കൃപാവായ്പ കാണിക്കുന്ന എന്ന ഒരു ആശയമാണത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നല്ലാഹ ലഅലീമുൻ ഹലീം. ഇപ്പോ സുഹൈബർ റൂമിയെ പോലെയുള്ളവര് എന്തൊക്കെ ത്യജിച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്, മുഹാജിറുകള് ഓരോരുത്തരും എന്തൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായ ജ്ഞാനം അള്ളാഹുവിനുണ്ട്. അവരോടൊക്കെയും തന്നെ വലിയ കൃപാവായ്പോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നവൻ തന്നെയാണ് തീർച്ചയായിട്ടും അള്ളാഹു. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, ഈ ദീനിന്റെ മാർഗത്തിൽ, വിശ്വാസത്തിന്റെ മാർഗത്തിൽ ഉണ്ടാവുന്ന ഈ സംഘർഷം എന്നത് തീർച്ചയായിട്ടും സമൂഹങ്ങളില്, അതുപോലെ കുടുംബങ്ങളില്, ഈ മനുഷ്യ കൂട്ടായ്മകളിലൊക്കെ വലിയ സങ്കീർണമായ അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് അതിന്റെ പേരിൽ പലപ്പോഴും പ്രതികാര വാഞ്ച രൂപപ്പെട്ടു വരാനിടയുണ്ട്. അവരുടെ മനസ്സിൽ പ്രതിക്രിയ ചെയ്യണം എന്ന ശക്തമായ തോന്നല് ഉണ്ടായി വരാനിടയുണ്ട്. ഇപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ ആളുകള് എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയിട്ടാണല്ലോ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ പേരിലൊക്കെ അവർക്ക് മക്കയിലുള്ള അവരെ അങ്ങനെയുള്ള ഒരു ദേശത്യാഗത്തിന് നിർബന്ധിതരാക്കിയ ആളുകളോട് പകയുണ്ടാവും. അവരോട് തീർച്ചയായിട്ടും അതികഠിനമായ പ്രതികാര വാഞ്ചയൊക്കെ അവർക്ക് അനുഭവപ്പെടും. പക്ഷെ ഇതിന് അള്ളാഹു ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നതാണ് തുടർന്നുള്ള ആയത്തില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഓരോരുത്തരും എല്ലാം ത്യജിച്ചുകൊണ്ട് പുറപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു തിളക്കം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പ്രതികാരവാഞ്ച അവരിൽ പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹു സൂചിപ്പിക്കുന്നത് ദാലിക, ഇതാണ് അവരുടെ പരിണതി. ദാലിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു വന്ന കാര്യമുണ്ടല്ലോ, മുഹാജിറുകളുടെ കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്ത ആളുകളുടെ കാര്യം, അവരുടെ പരിണതി ഈ പറയപ്പെട്ട വിധത്തിലാണ്. ദാലിക, അത് ഭാഷാപരമായി ആ സംഭാഷണത്തിന് ഒരു അവസാനം കുറിക്കുന്ന, ഈ പറഞ്ഞു വന്ന കാര്യത്തിന് ഒരു പൂർണ്ണവിരാമം ഇടുന്ന ഒരു എക്സ്പ്രഷനാണ് ദാലിക. തുറന്നു പറയുന്നത് വമൻ അഖബ ബിമിസ്ലി മാ ഉഖിബ ബിഹി. ആരെങ്കിലും സ്വയം ഏറ്റുവാങ്ങേണ്ടി വന്ന ദ്രോഹങ്ങൾക്ക് തത്തുല്യമായ ദ്രോഹം പ്രതികാരമായിട്ട് ചെയ്യുന്നുവെങ്കിൽ, മക്കയിലെ ഈ പലായനം ചെയ്തു പോയ ആളുകൾ ഒരുപാട് പീഡനങ്ങളും ദ്രോഹവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ തത്തുല്യമായ അളവിലുള്ള ഒരു പ്രതിക്രിയ അവരെ പീഡിപ്പിച്ച ദ്രോഹം ചെയ്ത ആളുകളോട് ഒരു പ്രതികാരവും പ്രതിക്രിയ ഒക്കെ എന്നുള്ള നിലക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ, വമൻ ആഖബ ബിമിസ്ലി മാ ഉഖിബ ബിഹി തുമ്മ ബഗിയ അലൈഹി, എന്നിട്ട് അതിനുശേഷം വീണ്ടും അയാള് അതിക്രമകാരിയായി മാറുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നോട് ദ്രോഹം ചെയ്ത ആളുകളോട് തിരിച്ചടി നൽകിക്കൊണ്ട് അയാൾക്ക് ഖിസാസ്, അയാളുടെ മേൽ പ്രതിക്രിയ നടപ്പിലാക്കുന്നുവെങ്കിൽ, അങ്ങനെ അത് ചെയ്തതിന് ശേഷം വീണ്ടും പകയടങ്ങാതെ അവരെ വീണ്ടും ദ്രോഹിക്കുകയാണെങ്കിൽ, പരിധി വിട്ട് ദ്രോഹിക്കുകയാണെങ്കിൽ, അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് തുമ്മ ബുഗിയ അലൈഹി, അതിനെ തുടർന്ന് അവന് പരിധി വിട്ടുകൊണ്ട് തന്റെ ഇരയെ ദ്രോഹിക്കുന്നുവെങ്കിൽ ലയൻസുറന്നഹുല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹു
ആ മർദ്ദിതനെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ, നിശ്ചയമായിട്ടും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ്. അപ്പൊ ഇതൊരു ദൗത്യത്തിന്റെ മാർഗത്തിലുള്ള പ്രയത്നവും പലായനവും ദേശത്യാഗവും ഒക്കെയാണ്. അത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് പോകാൻ പാടില്ല. ഇസ്ലാമിനോട്, നമ്മുടെ വിശ്വാസ മാർഗത്തോട് അക്രമപരമായി നിലപാട് സ്വീകരിക്കുകയും നിരന്തരമായിട്ട് സത്യവിശ്വാസ മാർഗത്തിലുള്ള ആളുകളെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുടെ കാര്യത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദേശമുണ്ട്. അവർക്കൊരു മോചന മാർഗം നിർദ്ദേശിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു കാര്യമുണ്ട്. അവരിൽ മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ, അവര് സത്യമാർഗത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ നമ്മൾ അവരോട് പ്രതികാര നിലപാടൊന്നും സ്വീകരിച്ചുകൊണ്ട് തുടരല്ല വേണ്ടത്. ഒരിക്കലും തന്നെ അങ്ങനെയല്ല. ഇനി അതല്ല, അവര് സത്യമാർഗത്തിലേക്ക് വരുന്നില്ല എന്ന് തന്നെ വെക്കുക, അവരോട് പ്രതിക്രിയ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് അവകാശമുണ്ട്. അത് തത്തുല്യമായൊരു പ്രതിക്രിയയാണ്. അതിനപ്പുറത്തേക്ക് പോയിക്കൂടാ. അതിനപ്പുറത്തേക്ക് പോയാൽ അത് അതിക്രമപരമായി മാറും. ഉദാഹരണത്തിന്, ഒരാള് അയാളുടെ പിതാവ് ശത്രുക്കളാൽ വധിക്കപ്പെട്ടു എന്ന് വെക്കുക. അങ്ങനെ അയാളുടെ പിതാവിനെ വധിച്ചവർക്കെതിരിൽ അദ്ദേഹം നടപടി എടുക്കേണ്ടി വരുമ്പോ, സമാനമായ അളവിലൊക്കെ പ്രതിക്രിയ ചെയ്യേണ്ടി വരുമ്പോ ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആ ശത്രുവായി നിലക്കൊണ്ടിരുന്ന ആളുടെ കുടുംബത്തെ ഒന്നടങ്കം കൊന്നൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ എല്ലാവിധ പിഞ്ചു പൈതലുകളെ പോലും നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള അതിക്രമവാസന ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഗതിയെ അള്ളാഹു പിന്തുണക്കൂല. ആരെങ്കിലും വളരെ കഠിനമായ വിധത്തില് പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്, ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ അളവിലൊക്കെ പ്രതിക്രിയ ചെയ്യാൻ, തിരിച്ചടി നൽകാൻ അവർക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ ഇരയാക്കപ്പെടുന്ന ഈ ശത്രുവിനെതിരിൽ അവർ നീങ്ങുകയാണെങ്കിൽ, അങ്ങനെ അതിക്രമ പാതയിലേക്ക് അയാൾ പ്രതിക്രിയ ചെയ്തുകൊണ്ട് നീങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു മർദ്ദിതനോടൊപ്പമാണ് ഉണ്ടാകുക. അയാള് സത്യമാർഗത്തിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ അക്രമം ചെയ്യുന്ന ആള് സത്യമാർഗത്തിലായിരിക്കെ തന്നെ പരിധി വിട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അക്കാര്യത്തിൽ മർദ്ദിതനോടൊപ്പമാണ് ഉണ്ടാവുക. അള്ളാഹു അയാളെയാണ്, ആ മർദ്ദിതനായ ആളെയാണ് സഹായിക്കുക എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ എൻസുറന്നെ അള്ളാഹു തീർച്ചയായിട്ടും അയാളെ സഹായിക്കും. ആ മർദ്ദിതനെ, ഇരയാക്കപ്പെടുന്ന ആളെ സഹായിക്കും. അയാൾ നേരത്തെ മർദ്ദകനായിരുന്നു, ദ്രോഹം ചെയ്ത ആളായിരുന്നു, ശരിയാണ്. ഇപ്പൊ അയാൾക്കെതിരിൽ ഈ മർദ്ദനത്തിന് ഇരയായ ആളുകൾ പ്രതിക്രിയ ചെയ്യുമ്പോൾ പരിധി വിട്ടു പോകുന്നുവെങ്കിൽ അക്രമത്തിന്റെ വഴി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. പ്രതികാര നടപടിയുടെ തലത്തിൽ നിന്ന് കവിഞ്ഞ് അതിനപ്പുറത്തേക്ക്, നമുക്കറിയാം, ദിഗ്വിജയം നടത്തിയ ഒട്ടുമിക്ക ലോക ജേതാക്കളും ഈ ഒരു പ്രിൻസിപ്പിൾ മറന്നുകൊണ്ടാണ് അവരുടെ വിജയം ആഘോഷിക്കുകയുണ്ടായിട്ടുള്ളത്. വിജയം നേടി ശത്രുക്കൾക്കെതിരിൽ വിജയം വരിച്ച ജേതാക്കളൊക്കെ തന്നെ ശത്രുക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട സകലതിനെയും നശിപ്പിച്ചു കളയുന്ന വിധത്തില് പ്രതികാരവാഞ്ച നടപ്പിലാക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് നിരന്തരം കാണാൻ സാധിക്കും. ആ കിരാതമായ സംഗതിയെ അവസാനിപ്പിക്കുന്നത് ഇസ്ലാമാണ്. അള്ളാഹു അതിന് അനുവാദം നൽകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹിജ്റ 8-ാം വർഷത്തില് മക്ക വിജയം വരിച്ചുകൊണ്ട് തിരികെ എത്തുമ്പോ തീർച്ചയായിട്ടും മക്കയിൽ അവശേഷിച്ചിരുന്ന ആളുകള് സത്യവിശ്വാസ മാർഗം സ്വീകരിച്ചിരുന്നവരോട് ചെയ്തിരുന്ന ക്രൂരതകളുടെ, അവരോട് ചെയ്തിരുന്ന ദ്രോഹത്തിന്റെ ഒക്കെ ഒരുപാട് ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ ഓർമ്മകളെ പുതുക്കി കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോ വിജയം വരിച്ച ഘട്ടത്തില് അതിനുത്തരവാദികളായി നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളെ, അവരെ ക്രൂരമായി കൈകാര്യം ചെയ്യുക എന്ന ഒരു പരിപാടി ഇസ്ലാം പഠിപ്പിക്കുന്നേ ഇല്ല.
മറിച്ച് അനുഭാവപൂർവമായ വിട്ടുവീഴ്ചയുടേതായ ഒരു നിലപാട് സ്വീകരിക്കാനാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരു മര്യാദ അനുസരിച്ചൊക്കെയുള്ള പ്രതികാരവും പ്രതിക്രിയയും ഒക്കെ അർത്ഥപൂർണമായ ഒരു സംഗതിയായിരിക്കും. എല്ലായ്പ്പോഴും അത് വേണ്ടതും ഉണ്ടാവില്ല. ചിലപ്പോഴൊക്കെ അത് അപ്രസക്തമായി മാറും. കാരണം ആ ശത്രുത കാണിച്ചിരുന്ന, ദ്രോഹം ചെയ്തിരുന്ന, അക്രമം ചെയ്തിരുന്ന ആളുകള് ആ നിലപാട് ഉള്ളവരല്ലാതെയായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരെ കയ്യോങ്ങുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ല. ഇനി അങ്ങനെ അക്രമപരമായ പാതയിൽ നിന്ന് അയാൾ പിൻവാങ്ങിയിട്ടില്ല എന്ന് തന്നെ വെക്കുക. എന്നാൽ പോലും അവർക്കെതിരെ നടത്തുന്ന പ്രതിക്രിയ എന്നത് തത്തുല്യമായ അളവിലൊക്കെ മാത്രമേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അള്ളാഹു ആ മർദ്ദിതനോടൊപ്പമാണ് ഉണ്ടാവുക, അയാളെയാണ് സഹായിക്കുക എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ്. നിശ്ചയമായിട്ടും ആ മർദ്ദിതനെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. കാരണം നിശ്ചയമായിട്ടും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. മനുഷ്യരോട് പ്രതിക്രിയ ചെയ്യുക എന്നതോ അവനെ കഠിനമായി ശിക്ഷിക്കുക എന്നതോ അല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം. ഉൾക്കാഴ്ചയോടും തിരിച്ചറിവോടും കൂടി ഹക്ക് കണ്ടെത്തിക്കൊണ്ട് ഹക്കിനെ ഉൾക്കൊള്ളുന്നവരായി ആളുകൾ മാറുക എന്നതാണ് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത്. പ്രതികാരം ചെയ്യുക എന്നത് ഭൂമുഖത്ത് ഒരു സന്തുലിതത്വം നിലനിൽക്കുന്നതിനാവശ്യമായിരിക്കും. ആ അളവിലൊക്കെ അള്ളാഹു അത് അനുവദിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും അക്രമപരമായ മാർഗത്തിൽ തന്നെ വകയി കാണിച്ചുകൊണ്ടാണ് മുന്നേറുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മർദ്ദിതനായിട്ട് ആരാണോ വരുന്നത് അയാൾ ഇസ്ലാമിന്റെ പക്ഷത്തൊന്നുള്ള ആളാവണമെന്നില്ല. പക്ഷെ ആ മർദ്ദിതനോടൊപ്പമായിരിക്കും അള്ളാഹു ഉണ്ടാവും. അള്ളാഹുവിന്റെ പോളിസി അള്ളാഹു അഫുവും ഗഫൂറുമാണ് എന്നാണ് ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു അഫുവും ഗഫൂറുമാണെങ്കിൽ നമ്മളും ആ സ്വഭാവ ഗുണങ്ങള് തന്നെയാണ് അമൂല്യമായിട്ട് കാണേണ്ടത്. വിട്ടുവീഴ്ച ഏറ്റവും മഹത്തരമായ ഒരു ഗുണമാണ്. അതുപോലെ പുറത്തു കൊടുക്കുന്നത് ഏറ്റവും മഹത്തരമായ ഒരു ഗുണമാണ്. പക്ഷെ പ്രതിക്രിയ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രതിക്രിയ ചെയ്യാതിരിക്കുന്നത് സമൂഹത്തില് ഒരു ഭാഗത്തുള്ള ആളുകൾ നിരന്തരം അക്രമത്തിന് ഇരയാക്കപ്പെടുന്നു എന്നതിനാലാണ്. അപ്പൊ അക്രമം അവസാനിക്കണമെങ്കിൽ അക്രമികളുടെ നേരെ പ്രതിക്രിയ നടപടികൾ, ഖിസാസ് നടപ്പിലാക്കി തന്നെ വേണം. അപ്പോഴേ അക്രമം അവസാനിക്കുകയുള്ളൂ. എന്നാൽ അതിര് കടന്നു പോവുക എന്നത് ഒരിക്കലും തന്നെ അള്ളാഹു അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. പരിധി വിട്ടു പോയിക്കൂടാ. തത്തുല്യമായ അളവിലൊക്കെയുള്ള പ്രതിക്രിയ നടപടികളൊക്കെ ആവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അയാൾ മർദ്ദിതനായി മാറുന്നു എന്നൊരവസ്ഥ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ മർദ്ദിതനോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക. അള്ളാഹുവിന്റെ സഹായം അയാൾക്കായിരിക്കും. കാരണം അള്ളാഹു അഫുവും ഗഫൂറുമാണ് എന്നാണ് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത്. അപ്പോ പലായനം ചെയ്ത ആളുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇവിടെ അവസാനിപ്പിക്കുന്നത് മറ്റൊരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ്. അതുമായി പരസ്പരം ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ പലായനം ചെയ്ത ആളുകളാണ് ഏറ്റവും ഏറെ ഈ വിധത്തില് ദ്രോഹം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആളുകൾ. അത്തരം ആളുകളുടെ മനസ്സില് പ്രതികാര വാഞ്ച ആളിക്കത്തുന്നുണ്ടാവും എന്നത് തീർച്ചയാണ്. പക്ഷെ അതിന് ഒരു നിയന്ത്രണം ആവശ്യമുണ്ട്. അത് അള്ളാഹുവിന്റെ തൃപ്തിക്കപ്പുറത്തേക്കുള്ളത് ആരും ചെയ്യാൻ കാരണമാക്കിക്കൂടാ എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന ഉത്തമരായ ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.